ഹലോ, എടാ നീ ഇതെവിടെ? എത്ര നേരമായാ പോയിട്ട്? പൈസ കിട്ടിയോ? ആ, ഞാൻ പുറത്താ. പൈസ റെഡിയാവുന്നേ ഉള്ളൂ. ഞാൻ വിളിക്കാം. എടാ നീ ഇതെവിടെ? എടാ ഇന്ന് വൈകുന്നേരത്തിനകത്ത് ബില്ല് മുഴുവൻ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ വൈകും. ഞാൻ ഇപ്പൊ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞ ചേച്ചിയിരുന്നില്ല, വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. നീ എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്? വാ, പെട്ടെന്ന് വാടാവുന്നത്. ഓ, എന്റെ പൊന്നമ്മ ഒന്ന് ഫോൺ വെച്ചു. ഞാൻ എങ്ങനെയെങ്കിലും കാശ് ഒപ്പിച്ചോണ്ട് വരാം. ആ ആശം. ആ സോഹ, എത്ര കാലമാടാ നിന്നെ കണ്ടിട്ട്. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ആ സുഖടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനായിട്ട് വന്നയാ. അത് എടാ, എന്താ കാര്യം പറ. എടാ, അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമോ? നിനക്കറിയാമല്ലോ, ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് സഹായിക്കാമോ? എടാ, നീ ഇപ്പം തന്നെ എനിക്കൊരു 10-12,000 രൂപ തരാനുണ്ട്. നീ ഈ കാശ് കൊണ്ട് വെറുതെ വെള്ളമടിച്ച് കളയാനില്ലയോ? എടാ, എന്തിനാടാ ഇങ്ങനെ വെള്ളമടിച്ച് നശിക്കുന്നത്? പോയി വല്ല ജോലിയും ചെയ്ത് കുടുംബം നോക്കടാ. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. നീ ഇതിനു മുമ്പ് വാങ്ങിച്ച പൈസയൊക്കെ എന്തോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ പൈസ ഇല്ല, നീ പോയേ. എടാ, എൻ്റെ അമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് എനിക്കറിയാമല്ലോ. സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കും. ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ടെന്നാ. 10,000 രൂപ കൊടുത്തില്ലെങ്കിൽ ഓപ്പറേഷൻ വൈകുന്നാണ് പറയുന്നത്. എനിക്ക് എന്നെ എങ്ങനെയും ഒന്ന് സഹായിക്കാൻ പറ്റൂ? എടാ, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. നീ പൈസ കൊണ്ട് വെള്ളം അടിച്ച് കളയാലെന്ന് എന്ത് ഉറപ്പ്? നീ ഇതിനു മുമ്പ് എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസയൊക്കെ എന്ത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എൻ്റെ കാശില്ല, നീ വേറെ ആരെങ്കിലും ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ സത്യമാണ്, നീ വിശ്വസിക്കും. എനിക്ക് ഇത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മാവനെ വിളിച്ചു തരാം. ആരാ? സോഹന കാശ് ചോദിക്കാൻ വന്നതാണ്. എൻ്റെ അമ്മാവൻ സംസാരിക്കും. മോനെ, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ സോഹൻ്റെ അമ്മാവനാണ്. അവൻ്റെ അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ ഐസിയിൽ അഡ്മിറ്റാണ്. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് സഹായിക്കണം. ഒരു മാർഗ്ഗമില്ല കേട്ടാ. കാര്യമൊക്കെ ശരി, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷേ എൻ്റെ പൈസ ഇല്ലടാ. എനിക്ക് എൻ്റെ കാര്യം അറിയാമല്ലോ. എനിക്ക് എൻ്റെ അവസ്ഥ ഇപ്പം ഇച്ചിരി മോശം. എനിക്ക് കുറച്ച് ലോണൊക്കെ ഉണ്ട്, EMI ഒക്കെ അടയ്ക്കണം. അതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ് പൈസക്ക്. എൻ്റെ പൈസ ഇല്ല, നീ വേറെ ആരെങ്കിലും ചോദിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ പൈസ ഇല്ല, ഐ ആം സോറി. നീ എവിടെ ചുമ്മാ കള്ളം കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക? നിനക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടോ? നിന്റെ അമ്മ എങ്ങനെയാണ് ആശുപത്രി കിടക്കുന്നത്? ചുമ്മാ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കള്ളം കുടിച്ച് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. നാടിനും വീട്ടുകാർക്ക് ഒരു ഗുണമില്ലാതെ. അമ്മാവ, ഞാൻ ബില്ലടിക്കാനുള്ള പണമായിട്ട് വന്നേക്കുന്നത്. അതെന്താ? നിന്റെ കൂട്ടുകാരുടെ ഒരാളോട് പൈസ വെച്ചിട്ട് നിന്നെ കാത്തിരിക്കാൻ മണിക്കൂർ ഹരീഷ് എന്നുള്ള പേര് പറഞ്ഞു. ഹരീഷോ? എന്നിട്ട് അവനെവിടെ? അവനവിടെ ഗസ്റ്റ് റൂമിൽ നിന്നെ കാത്ത് 3 മണിക്കൂറായിട്ട്. ആ സോഹ, നീ എവിടെയായിരുന്നു? നീ എന്താ ഇത്ര ലേറ്റായേ?
എടാ ഞാൻ നിന്നെ അത്ര നേരമായിട്ട് വിട്ടിരിക്കുമായിരുന്നു. എടാ പിന്നെ അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പറേഷൻ എത്രയും വേഗം തുടങ്ങാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ എവിടെ ആയിരുന്നു? എന്താ ഇത്ര ലേറ്റായേ? എടാ നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പൈസ തരാതിരിക്കാനും മാത്രം കണ്ണിച്ചോരില്ലാത്തൊന്നും അല്ല ഞാൻ. പിന്നെ അത്രയും പൈസ നിന്റെ തന്ന അത് ഇവിടെ എത്തത്തില്ലെന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം പകുതി കാശ് നീ മാറി കൊടുക്കുമല്ലോ വെള്ളം അടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞ്, അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. എന്തായാലും പൈസ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആ കാര്യം നീ പേടിക്കണ്ട. എന്ത് പറ്റിയടാ? നീ എന്തിനാ വിഷമിക്കുന്നേ? അതല്ലടാ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. എടാ എന്ത് പറ്റി? എന്താ കാര്യം പറ. ആ ഹലോ, എടാ എനിക്കൊരു വണ്ടി കിട്ടിയേ, ഒരു ആക്റ്റീവ. ഒരു നല്ല വണ്ടിയാണെന്നാ തോന്നുന്നേ. എനിക്കൊരു അത്യാവശ്യത്തിന് ഒരു 18 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇത് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ആ എവിടെ? ഓ ഓ ഓ ആ ഞാൻ വരാം. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റും, ഒരു അത്യാവശ്യമായിരുന്നു. പേപ്പറിൻ്റെ ഒന്നും അറിയത്തില്ല. ഓക്കെ. ആ ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചു തരാമോ? ഇപ്പൊ വരാം. ഓക്കെ ശരി. മോനെ എത്ര നാളെ കണ്ടിട്ട്? ഇതാ ഞാൻ പറഞ്ഞ വണ്ടി, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ. ഉടായ്പിനെടുത്താ. നീ പണ്ട് ഉടായ്പാന്ന് എനിക്കറിയാം. എത്ര നീ പ്രതീക്ഷിക്കുന്നേ? ഒരു 20 കിട്ടുമോ? 20 ഇച്ചിരി പാടാ. ബുക്കും പേപ്പർ ഉണ്ടോ? ബുക്കും പേപ്പറൊന്നും ഇല്ല. അമ്മയുടെ ഓപ്പറേഷൻ അത്യാവശ്യം എടുത്താ. ശരി, എത്ര എടുക്കാൻ പറ്റും നീ പറ. ഒളിച്ചു വെക്കാം, അല്ല വേറെ വഴിയൊന്നുമില്ല. ഒളിച്ചു വിട്ടാ ഒരു 10-12 പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ? അതിൽ കൂടുതൽ പാടാ. ബുക്കും പേപ്പർ ഉണ്ടെങ്കിൽ നോക്കാരുത്. അതില്ലടാ, മോട്ടിച്ചോണ്ട് വന്ന വണ്ടിക്ക് എന്തോ ബുക്കും പേപ്പറും. മോട്ടിക്കുന്ന പരിപാടിയാ. ഒന്ന് ശരിയാക്കിത്താ. സെറ്റാക്കാം. ഒരു 10 പ്രതീക്ഷ മതി. ഞാൻ അപ്പുറത്തോട്ടൊന്നും ഇത് പോവില്ല. എന്നാ പ്രത്യേകിച്ച് ആക്റ്റീവ് പഴയ വണ്ടിയാ. എത്ര 2013 മോഡലാണ്? 2013 ആണെങ്കിൽ 10-12 അതിനപ്പുറത്ത് പോകത്തില്ല. പിന്നെ സ്റ്റീലിന്റെ മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കാം, പ്രശ്നമല്ല, നമുക്ക് സെറ്റാക്കാം. പെട്ടെന്ന് റെഡി ആക്കിത്താ. എനിക്കിപ്പോ റെഡി ക്യാഷ് കാണുമല്ലോ. റെഡി ക്യാഷ് ആണെങ്കിൽ ഇതൊരു 10 ഇപ്പൊ എൻ്റെ ഉള്ളൂ. സെറ്റാക്കാം. അത് മതി. ഓക്കെ 10 എടുക്കാം. ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും. നീ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ചെലവുകളും കാര്യങ്ങളൊക്കെ ഇനി ഉള്ളതല്ലേ. നിന്റെ തന്നെ നീ വെച്ചോ.
എടാ ഇനിയെങ്കിലും നീ ഒരു ജോലിയൊക്കെ ചെയ്ത് ഈ വെള്ളവടിയൊക്കെ നിർത്തി മര്യാദയൊക്കെ ജീവിക്കാൻ നോക്ക്, നിന്റെ കുടുംബം നോക്കാൻ നോക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ.